എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നൽകുകയാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യത. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 21,000-ലധികം വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 31 ജാനുവരി 2026 മുതൽ 2 മാർച്ച് 2026 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെന്റിലേക്ക് 21,997 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 33 വയസ്സുള്ള അൺറിസർവ്ഡിനും 36 വയസ്സിൽ OBCയും 38 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. 11,000 ബേസ് സാലറി. ഇതുകൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ്. സ്ഥിര ജോലിയാണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് 90 മിനിറ്റിന്റെ എക്സാമിനേഷൻ ആണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 100 മാർക്കിനാണ്. ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്, മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കിന്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനാണ്. കേരളത്തിലാണ് ഇതിന്റെ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. എക്സാമിനേഷൻ പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് 1000 മീറ്റർ റൺ ഉണ്ടായിരിക്കുന്നതാണ് 4 മിനിറ്റ് 15 സെക്കൻഡിലും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1000 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 40 സെക്കൻഡിലുമാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 59ാമത്തെ പേജ് മുതൽ ഓരോ സോണിലേക്കുമുള്ള സെപ്പറേറ്റ് വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് സോണിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വേക്കൻസി നോക്കിയിട്ട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സോണിലേക്ക് അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കുമ്പോൾ 500 രൂപ ഫീസ് ഉണ്ട്. SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ 400 രൂപ ഫീസ് റീഫണ്ട് ലഭിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. താങ്ക് യു.